മുഖ്യമന്ത്രി ഗവർണർ മുഖാമുഖം ഇതുവരെ നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ. എന്നാൽ രണ്ട് ഭരണഘടനാ ചുമതലയുള്ള തലവന്മാർ രണ്ടുപേരും ഒരു കാരണവശാലും മുഖാമുഖം നോക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് ആർക്കും കാണാൻ സാധിച്ചില്ല. രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ച ഒഴിവിലേക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയായും തുറമുഖ വകുപ്പ് മന്ത്രിയായും കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറും കടന്നു വരുന്നു. ഇവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനാണ് ഗവർണർ എത്തിയത്. മുഖ്യമന്ത്രിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയോ ഗവർണറോ പരസ്പരം നോക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ്. അടുത്തിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് നേർക്കുനേർ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഗവർണർ ബില്ലുകളിൽ ഒപ്പുവെക്കാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ ഹർജിയുമായി രാഷ്ട്രപതിക്ക് തന്നെ ഹർജി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗവർണർ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനയായ CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-യിലെ കുറച്ച് കുട്ടികൾ അദ്ദേഹത്തെ 3 ഇടങ്ങളിൽ വെച്ച് കരിങ്കൊടി കാണിക്കുകയുണ്ടായി. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഗവർണറുടെ യാത്രകളും മറ്റു വിവരങ്ങളും ഒന്നും ഒരു കാരണവശാലും പൊതുജനത്തിന് അറിയാൻ സാധിക്കാറില്ല. Z+ കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ സഞ്ചാര മാർഗങ്ങൾ എങ്ങനെയാണ് SFI-ക്കാർക്ക് ചോർന്നു കിട്ടിയത് എന്നാണ് ഗവർണർ അന്ന് അതിരൂക്ഷമായ ഭാഷയിൽ പോലീസിനോട് ചോദിച്ചത്. പോലീസ് വകുപ്പ് മന്ത്രി കൂടിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ അറിയാതെ തന്റെ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ തന്റെ യാത്രാരേഖകൾ ഒരു കാരണവശാലും പബ്ലിക്കിന് ചോർന്നു കിട്ടില്ല എന്ന് തന്നെയാണ് അന്ന് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ കുട്ടികളെ SFI കുട്ടികളെ കരിങ്കൊടിയുമായി പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അന്ന് ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഗവർണറുടെ കാറ് തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് ഗവർണർ പോലീസിന് നേരിട്ട് തന്നെ വിളിച്ചു വരുത്തി പരാതി കൊടുക്കുകയായിരുന്നു. DGP-യെ നേരിട്ട് വിളിച്ച് പരാതി കൊടുത്തു, ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് പരാതി കൊടുത്തു. അതിന് പ്രകാരം SFI കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതേ തുടർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പോര് മൂർച്ഛിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം SFI-ക്കാർ ഗവർണറെ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള സമരമുറകളുമായി രംഗത്ത് വരികയുണ്ടായി. ഇത് ഏറ്റെടുത്തുകൊണ്ട്, അതായത് SFI-യുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് സർവകലാശാലയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ കോഴിക്കോട് എത്തിയ ഗവർണർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസിക്കാതെ കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് 3 ദിവസം തങ്ങിയത്. ഗവർണർ SFI-ക്കാരുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന അവസരത്തിൽ SFI-യുടെ സംസ്ഥാന അധ്യക്ഷനായ ആർഷോ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിച്ചെത്തി സമരവുമായി എത്തി കോഴിക്കോട് സർവകലാശാലയുടെ എല്ലാ കവാടങ്ങളിലും ഗവർണർ ഗോ ബാക്ക് എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ ബാനറുകൾ നാട്ടുകയുണ്ടായി. ഈ ബാനറുകൾ ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ അതിക്ഷുഭിതനായി കൊണ്ട് തന്നെ പോലീസ് മേധാവികളെ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ബാനർ ഇവിടെ വന്നത്, ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ, നിങ്ങൾ എന്നെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണോ, നിങ്ങൾ ആരുടെയും ജോലിക്കാരല്ല, ആരുടെയും സർവന്റ് അല്ല, നിങ്ങൾ സർക്കാരിന്റെ ജോലിക്കാരാണ്, ഒരു കാരണവശാലും ഈ ബാനർ ഇവിടെ കണ്ടുപോകരുത്, ഇത് നിങ്ങൾ തന്നെ അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മേധാവികളെ കൊണ്ട് തന്നെ ഗവർണർ ആ ബാനറുകളെല്ലാം അഴിച്ചു മാറ്റിക്കുകയായിരുന്നു. എന്നാൽ ഗവർണർ പോലീസിനെ കൊണ്ട് ബാനറുകൾ അഴിച്ചു മാറ്റിയതിന്റെ തൊട്ടുപുറകെ തന്നെ ആർഷോയും മറ്റു SFI വിദ്യാർത്ഥികളും സംഘടിച്ചു വന്ന് ബാനർ വീണ്ടും നാട്ടുകയുണ്ടായി. ഗവർണറും SFI-യും തമ്മിൽ ഇതുപോലെ ഘോക്കോ വിളി നേർക്കുനേർ തുടർന്നപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് തന്നെയായിരുന്നു വീണ്ടും ഗവർണർ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത്. ഇത്രത്തോളം അനാസ്ഥ കാണിക്കുന്ന പോലീസിന്റെ സുരക്ഷ ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെയും പിണറായി വിജയൻ സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനാ ചുമതലയുടെ തലവൻ എന്ന് പറയുന്ന ഗവർണർ നേരെ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. നിങ്ങളുടെ സുരക്ഷ ഇനി എനിക്ക് ആവശ്യമില്ല, കേരളത്തിലെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്കും കേരളത്തിലെ ജനതയെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, അവർ എന്നെ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല, എനിക്ക് നന്നായി അറിയാം, നിങ്ങളുടെ സുരക്ഷ ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രുദ്ധനായി തന്നെയാണ് ഗവർണർ മിഠായി തെരുവിലേക്കും മാനാഞ്ചിറയിലേക്കും നടന്നിറങ്ങിയത്. അവിടെ പരീക്ഷ കഴിഞ്ഞു വരുന്ന കുട്ടികളുമൊത്ത് ഗവർണർ സല്ലപിക്കുകയുണ്ടായി. കുറച്ചുനേരം അവരോട് കുശലം പറഞ്ഞു. അവരിൽ പലരുമായി ഗവർണർ സെൽഫി എടുത്തു, പലരെയും അദ്ദേഹം എടുത്ത് ലാളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം
കോഴിക്കോട് മിഠായിത്തെരുയിലെ പ്രസിദ്ധമായ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ മധുരത്തിന്റെ തെരുവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിഠായിത്തെരുവിലെ ഹലുവ കടയിൽ കയറി അദ്ദേഹം ഹലുവ നുകരുന്ന കാഴ്ചയെല്ലാം പ്രേക്ഷകർ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സർക്കാരിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പാടിയിരിക്കുന്നു. ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ സേവനം ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗവർണർ മിഠായി തെരുവിലേക്കും മാനാഞ്ചിറ തെരുവിലേക്കും പോലീസിന്റെ സുരക്ഷയില്ലാതെ കടന്നു ചെന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. നിങ്ങളുടെ ക്രമസമാധാനം അമ്പേ തകർന്നിരിക്കുന്നു, എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എന്നെ മാനിക്കുന്നു, എനിക്ക് കേരളത്തിലെ ജനങ്ങളെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും എന്നെ ഉപദ്രവിക്കില്ല. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഗവർണർ കൊടുത്ത സന്ദേശം. 48 ഓ 50 കാറുകളുടെ അകമ്പടിയോടുകൂടി മാത്രം പുറത്ത് സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതൊരു സൂചനയാണ്, പാഠമാണ്. ഒരു പോലീസുകാരന്റെയും ഒരു കാറിന്റെയും അകമ്പടിയില്ലാതെ എന്റെ മാത്രം വാഹനത്തിൽ എനിക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ ജനങ്ങൾ ഉപദ്രവിക്കുന്നില്ല, എനിക്ക് ജനങ്ങളെ പേടിയില്ല മുഖ്യമന്ത്രിയെ പോലെ എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു ഗവർണറുടെ ഈ പ്രവൃത്തി കൊണ്ട് ഗവർണർ ജനങ്ങൾക്ക് മുമ്പിൽ വച്ചു കൊടുത്തത്. അഥവാ തന്റെ പ്രവൃത്തിയിലൂടെ ഗവർണർ ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശവും ഇത് തന്നെയായിരുന്നു. എനിക്ക് 48 കാറുകളുടെ അകമ്പടി ആവശ്യമില്ല, 2000 പോലീസിന്റെ സുരക്ഷാ ഭടന്മാരുടെ സേവനവും അല്ലെങ്കിൽ അകമ്പടിയും ആവശ്യമില്ല, പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഇതൊന്നും ആവശ്യമില്ല. ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രവർത്തന നിരതനായിരിക്കണം, പേടിയില്ലാതെ പൊതുജനങ്ങൾക്ക് നേതാക്കളുടെ അടുത്തേക്ക് വരാൻ സാധിക്കണം, നേതാക്കൾക്ക് പൊതുജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലുവാൻ സാധിക്കണം എന്ന് തന്നെയുള്ള ഒരു സന്ദേശം തന്നെയാണ് ഗവർണർ തന്റെ ഈ പ്രവൃത്തിയിലൂടെ മുഖ്യമന്ത്രിക്കും പൊതുജനത്തിനും കൊടുത്തത്. എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അതേ ചൊല്ലി വീണ്ടും വാഗ്വാദങ്ങൾ തന്നെയായിരുന്നു. ഗവർണർ കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു, ഗവർണറുടെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ ഗവർണർ പെരുമാറുന്നു എന്നാണ് മുഖ്യമന്ത്രിയും CPM-നകത്തെ സമുന്നത നേതാക്കളും എല്ലാം ഗവർണറുടെ ആ പ്രവൃത്തിയെ പിന്നീട് പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. അതെന്ത് തന്നെയായാലും ഗവർണർ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമായിരുന്നില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് ഇപ്പോഴും മൂർച്ഛിച്ചു തന്നെയിരിക്കുന്നു. അതുകൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രനെയും KB ഗണേഷ് കുമാറിനെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇവർ മുഖാമുഖം കണ്ടെങ്കിൽ പരസ്പരം ഇവർ യാതൊരു തരത്തിൽ പുഞ്ചരിക്കുകയോ ഒരു പരിചയഭാവം പോലും കാണിക്കുകയോ ഉണ്ടായില്ല. ഗവർണറുടെ ശാരീരിക ഭാഷ തന്നെ കടുത്ത രീതിയിൽ തന്നെയായിരുന്നു. കടുത്ത മുഖത്തോടു കൂടി തന്നെയാണ് ഗവർണർ എത്തിയത്. സാധാരണഗതിയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി തന്നെയാണ് ഗവർണർ പൊതുചടങ്ങുകൾക്ക് എത്താറുള്ളത്. പിണറായി വിജയൻ സ്വാഭാവികമായ സ്വതസിദ്ധമായ കല്ലിപ്പ് ശൈലിയിൽ തന്നെ കടുത്ത മുഖത്തോടു കൂടി തന്നെയാണ് എല്ലാ വേദിയിലും പ്രത്യക്ഷപ്പെടുന്നത് പോലെ തന്നെയാണ് ഇക്കുറി സത്യപ്രതിജ്ഞാ ചടങ്ങിനും എത്തിയത്. എന്നാൽ ഗവർണർ അതിൽ കൂടുതൽ കടുത്ത ഭാഷയിലും കടുത്ത മുഖത്തിലും തന്നെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു കാരണവശാലും ഒരു തരത്തിലും പരിചയമില്ലാത്ത ആളുകളെ പോലെ, പഴമക്കാർ പറയുന്നത് പോലെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് വച്ച് കണ്ട പരിചയം പോലും ഇവർ പരസ്പരം ഭാവിച്ചില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത. ഏതായാലും മുഖ്യമന്ത്രിയും ഗവർണറും ഇങ്ങനെ പോര് മൂർച്ഛിച്ച് ഒരേ വേദിയിൽ പരസ്പരം മുഖാമുഖം നോക്കാതെ പുഞ്ചിരിക്കാതെ ഇരിക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് KB ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ്.